ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റും കുക്ക്ഡ് റൈസും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ ഈ ഒരു പച്ച ചുവ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ഇതാ ക്യാരറ്റ് കണ്ടോ നന്നായിട്ടൊന്ന് വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാവണം. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നോമ്പുതുറയ്ക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുക്ക്ഡ് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് മഞ്ഞക്കുറുവ റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് വെന്തുടഞ്ഞു പോയിട്ടുള്ള റൈസ് എടുക്കരുത്. ഇതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ട് കടിക്കാൻ പറ്റുന്ന പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത റൈസ് വേണം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാണ്. തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ ചവ്വരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പായസത്തിന് നല്ലൊരു കൊഴുപ്പും കട്ടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ചവ്വരി ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 5 ഏലക്ക ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലോട്ട് ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് റോസ്റ്റഡ് ബദാമും കാഷ്നട്ടും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്ത് അതുപോലെ മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് കുക്ക്ഡ് റൈസ് പായസം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഈ ഒരു പായസം ഇരിക്കും തോറും നല്ല തിക്നെസ് ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്കിത് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഒരു തവണ നിങ്ങളിതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റ് ക്യാരറ്റ് കുക്ക്ഡ് റൈസ് പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.